ഹായ് നമസ്കാരമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് UAE ഹത്ത എന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഈ ടൂർ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് മാസ് മൊബൈല വിഭാഗമാണ്. ഞങ്ങൾ 2 ബസ്സായിട്ടാണ് പോകുന്നത്. 100 പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിൽ ഫാമിലിയും ബാച്ചിലറും അങ്ങനെ 2 ബസ്സായിട്ട് ഉണ്ട്. അപ്പോൾ അവിടെ 2-3 സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നത്. അവിടെ മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ്. കുറച്ച് നാട്ടിൻ പ്രദേശം പോലെയുള്ള കുറേ ട്രഡീഷണൽ വില്ല അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ഡാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചൊരു ലൈവ് പെയിൻറ്റിങ്ങും ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ എവിടെയാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ വെച്ചാണ് ലൈവ് പെയിൻറ്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹത്ത സ്ഥിതി ചെയ്യുന്നത് ഒമാൻ്റെയും ദുബായിയുടെയും ബോർഡറിൻ്റെ അടുത്താണ്. ഞങ്ങൾ പോകുന്നത് മൊബൈലിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ വീഡിയോയിൽ കാണാം. ഹായ്, അങ്ങനെ ഞങ്ങൾ ഹത്തയിലോട്ട് പോകുന്ന യാത്രയിലാണ്. ഷാർജ മൊബൈലിൽ നിന്നാണ് ഞങ്ങൾ പുറപ്പെട്ടത്. എല്ലാവരും നല്ല സന്തോഷത്തിൽ, നല്ല ത്രില്ലിലാണ്. ഒന്നിച്ചുള്ള യാത്രയിലെ ഒരു സന്തോഷത്തിലാണ്. ഷൈജുട്ടൻ ഷൂട്ട് ചെയ്യാനുള്ള ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാണ്. ഇതൊക്കെ ഒരുപാട് അങ്ങനെ ഞങ്ങൾ ഹത്തയിലെത്തി. ഹത്തയിലെ ഹെറിറ്റേജ് വില്ല ആണ് ആദ്യം കാണാൻ പോകുന്നത്. ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് ഉള്ളിലേക്ക് കടന്ന് അപ്പോൾ 2 സൈഡിൽ ഇങ്ങനെ കാണാം ഒരു പഴയ മോഡലായ ബിൽഡിങ് അവർ പുനർനിർമ്മിച്ചിരിക്കുകയാണ്. ഒരു കോട്ട പോലെയൊക്കെയാണ് ആ രീതിക്ക് ഉണ്ടാക്കുന്ന ബിൽഡിങ്ങാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ആ പഴയ രീതിക്കുള്ള പുനർനിർമ്മിച്ചിരിക്കുന്നത്. നല്ല രസമായിട്ടുണ്ട്. ഇവിടെ വലുതായിട്ട് ഹത്ത വില്ലേജ് ലോഡ്ജ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെൻറ്റിന് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് കിട്ടും.
കുറച്ചും കൂടി ഉള്ളോട്ട് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് ഇവിടെ തന്നെ മലകളിൽ കിട്ടുന്ന കല്ല് വെച്ച് സിമെൻറ്റ് വെച്ച് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. നല്ല രസമുണ്ട് അങ്ങനെ കെട്ടിയത്. തട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ കൂടെ വന്നവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈത്തപ്പഴത്തിൻ്റെ പനയുടെ ഓല കൊണ്ട് ഇങ്ങനെ വേലി പോലെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ തെങ്ങിൻ്റെ ഓല വെച്ച് ഉണ്ടാക്കുന്നതൊക്കെ നല്ല രസമായിട്ട് തോന്നി. ആൾക്കാരൊക്കെ വെച്ച് സെൽഫിയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കുറച്ചും കൂടി താഴെ വന്നപ്പോൾ ഇവിടെ ഒരു ഗുഹ പോലത്തെ ഇത് കണ്ട് ഹത്ത ഫലാജ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് പ്രവേശിക്കുന്ന ടിക്കറ്റ് എടുക്കണം. അത് നല്ല ദൂരമുണ്ട് തോന്നുന്നു. ഇവിടെ നിന്നാണ് കൃഷിക്കുള്ള വെള്ളമൊക്കെ ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരു ഗൈഡും കൂടെ ഉണ്ടാവും. അപ്പോൾ അത് അവർ കുറച്ച് കാണാനൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങളൊന്നും കയറിയില്ല. ഇതിന് 49 ദിർഹംസാണ് ടിക്കറ്റ്. അപ്പോൾ ടൂറിസ്റ്റുകൾ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നോക്കി നിന്നിട്ട് അവിടുന്ന് ഞങ്ങൾ കുറച്ച് കൃഷി താഴോട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോയി. തുരങ്കത്തുനിന്ന് കൃഷിയിലേക്ക് പോകുന്ന വെള്ളം അവിടെ കെട്ടി വെച്ചിട്ട് അവിടുന്ന് ആ ടാങ്കിൽ നിന്ന് മറിഞ്ഞിട്ടാണ് പിന്നീട് കൃഷിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ആ വെള്ളത്തിൽ നിറച്ച് മീനുണ്ട്. ഇഷ്ടംപോലെ വലിയ വലിയ മീനുകളാണ്. നല്ല രസമുണ്ട് അത് കാണാൻ. ഞങ്ങളത് കുറച്ച് സമയം നോക്കി നിന്ന്. കുറേ തരം മീനുകളാണല്ലോ, വലിയ മീനുകൾ. നല്ല കുറേ തരം കളറുകളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ കൃഷികളുണ്ട്. ഉറുമാമ്പഴം കിട്ടി ഞങ്ങൾക്ക്. നല്ല റെഡ് കളറായിട്ടുണ്ട്. നല്ല മധുരമൊക്കെ ഉണ്ട്. ഞങ്ങൾ കഴിച്ച്. അങ്ങനെയൊക്കെ ഈത്തപ്പഴത്തിൻ്റെ പനയാണ്. ചുറ്റിലും ചെറുതും വലുതായിട്ടുള്ള പനകൾ, പിന്നെ വാഴ, അങ്ങനെ കുറേ തരം ഓറഞ്ച്, അങ്ങനെ കുറേ തരം കൃഷികളുണ്ട്. എല്ലാവരും നമ്മളെ കൂടെ വന്ന ആൾക്കാരാണ്. എല്ലാവരും ഈ പച്ചപ്പ് കണ്ടിട്ട് നാട്ടിലെ ആ ഒരു ഫീലിങ്ങോടെ എല്ലാവരും ആസ്വദിക്കുകയാണ്. ഷാർജ ഇങ്ങനത്തെ ഏരിയ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ നല്ല നാട്ടിലെ പോലത്തെ ഒരു പച്ചപ്പും നാട്ടിലെ തെങ്ങും തോപ്പും പോലെ ഇവിടെ ഈത്തപ്പനയുടെ ഇത് നല്ല രസമായിട്ടുണ്ട്. നമുക്ക് ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടും നാട്ടിലത്തെ. പനയുടെ ഇടയിലായിട്ടൊരു ജലസംഭരണിയുണ്ട്. നല്ല ഗ്രീൻ കളറുണ്ട്. പനയുടെ ഷെയ്ഡൊക്കെ വരുമ്പോൾ നല്ല രസമായിട്ട് തോന്നി, ഗ്ലാസ് പോലെ. ഇവിടുത്തെ കൃഷി കാര്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് ഞങ്ങൾ ഹത്ത വാദി പാർക്കിലേക്കുള്ള യാത്രയിലാണ്. ഇവിടുന്ന് ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. അവിടുന്ന് ബസ് കയറിയിട്ട് തന്നെ പോയത്. ഇവിടെ വാദി പാർക്കിൽ ഇറങ്ങി ഇവിടെ നല്ല രസമായിട്ടുണ്ട്. ഔട്ട് സൈഡിനെ കാണുമ്പോൾ പൂക്കളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ വാദി പാർക്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാണുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ഉണ്ട്. ഇവിടെ വേറെ സംഘടന പരിപാടി നടത്തുന്നുണ്ട്. നമുക്ക് വേണ്ട സ്ഥലങ്ങൾ നമ്മളെ ആൾക്കാർ അവിടെ മുമ്പിൽ പോയി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഗെയിമും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എൻ്റെ വരയും തുടങ്ങണം. അവിടെ നിന്ന് പെട്ടെന്ന് ഇവിടെ ഒരു 2 മണിക്കൂർ ഉണ്ടാവും. അതിനുള്ളിൽ വരക്കാനുള്ള പ്ലാനിങ് തുടങ്ങണം. അങ്ങനെ എനിക്ക് വേണ്ട വരക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് വരക്കാൻ്റെ പ്ലാനിങ്ങിലാണ്. ക്യാൻവാസൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വരക്കുന്നത് ഇവിടെ ഫ്രണ്ട് സൈഡ് കാണുന്നത് തന്നെ വരക്കുന്നതാണ്. അപ്പം ഗെയിമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പെയിൻ്റൊക്കെ ഞാൻ എടുത്തു വെച്ച് പെട്ടെന്നുള്ള ഒരു വരയാണ് ഉദ്ദേശിക്കുന്നത്. 2 മണിക്കൂറിനുള്ളിൽ വരക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ആ സമയത്തുള്ളിൽ വരക്കാൻ പറ്റുന്നതാണ് വരക്കുന്നത്.
അങ്ങനെ ഞാൻ വര സ്റ്റാർട്ട് ചെയ്ത് എത്ര പെട്ടെന്ന് വരച്ച് തീർക്കണം. അക്രിലിക് വാട്ടർ ബേസ്ഡ് പെയിൻ്റാണിത്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പെയിൻ്റാണിത്. പെട്ടെന്ന് വലിച്ചിലുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് വെക്കാൻ പറ്റും. മറ്റേ ഓയിൽ പെയിൻ്റൊക്കെ അങ്ങനത്തെ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് പെട്ടെന്ന് വരക്കാൻ പറ്റിയ പെയിൻ്റായിട്ടാണ് എനിക്ക് അക്രിലിക് പെയിൻറ്റ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഔട്ട്ഡോർ പെയിൻറ്റിങ്ങിനൊക്കെ അക്രിലിക്കാണ് ഉപയോഗിക്കാറ്. അക്രിലിക് കളറ് ഇങ്ങനെ ആദ്യം എല്ലാം ഇങ്ങനെ അണ്ടർ കോട്ടായിട്ട് ഇങ്ങനെ കളറ് ഫുള്ളായിട്ട് ചെയ്യും. അപ്പോൾ വന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ലാസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോഴേ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ആൾക്കാർക്ക് ഇത് എന്താപ്പാന്ന് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഒരാൾക്കാർ ചോദിക്കും ഇങ്ങനെ. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ അവർ ഇത് ഇങ്ങനെ ആയല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയാണ് അക്രിലിക്കിൻ്റെ ഇത്. ഞാനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് വരക്കാൻ ബ്രഷ് തരുമെന്ന് ചോദിച്ച്. അങ്ങനെ ഞാൻ വരക്കാനുള്ള കൊടുത്ത് അവർ കുറച്ചിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുത്ത് അവർക്കൊരു സന്തോഷം, രസമല്ലേ. അപ്പോൾ അവർക്കൊരു നല്ലൊരു ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, രവിചേട്ടൻ്റെ മോള്. അപ്പം അങ്ങനെ അവളും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾക്കും വരക്കാനുള്ള ബ്രഷ് കൊടുത്ത് അവർക്കൊരു നല്ലൊരു രസമായി തോന്നി. ഞാനിവിടെ വരക്കുന്നതോടൊപ്പം അപ്പുറം നല്ല ഉഷാറായിട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
ഏകദേശം എൻ്റെ ചിത്രം ഫൈനലായിക്കൊണ്ടിരിക്കുന്നതാണ്. കൂടെ ഉണ്ടായവർ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ വരക്കുമ്പോൾ. നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ട് നല്ല തമാശയും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറഞ്ഞ് നല്ല രസമായിരുന്നു വരക്കുമ്പോൾ. ചിലവർ വീഡിയോ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഓരോ സംശയം കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് അതിനെക്കുറിച്ച് മറുപടി കാര്യങ്ങളൊക്കെ പറയും. നല്ല രസമായിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം നമ്മുടെ ഫ്രണ്ട് കാണുന്ന ആ ഇതിൻ്റെ വ്യൂസിനെ ഞാൻ വരച്ചത്. ഫൈനലി അങ്ങനെ എൻ്റെ ചിത്രം പൂർത്തിയായി. അങ്ങനെ ഞാൻ ചിത്രം വരച്ച് എല്ലാം കഴിഞ്ഞ് ഗെയിമും കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തിലേക്കുള്ള ഡാം സന്ദർശിക്കാനുള്ള പോകാനുള്ള തയ്യാറെടുപ്പിലായി. അങ്ങനെ ഞങ്ങൾ ഹത്ത ഡാമിലേക്ക് വന്ന് അവിടെ നിന്ന് പാർക്കിൽ നിന്ന് നടക്കേണ്ട ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നടന്ന് വന്ന് എല്ലാവരും കൂടി നല്ല തണുപ്പുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നല്ല കാറ്റും തണുക്കാൻ തുടങ്ങി. ഹത്ത ഡാം കാണാൻ നല്ല രസമാണ്. മലയിൽ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടുന്ന ആൾക്കാരൊക്കെ പറയുന്നു. അപ്പോൾ അവിടെയും കൂടി പോകണം. അങ്ങനെ ഞങ്ങൾ ഹത്ത ഡാം കാണാൻ വേണ്ടിയിട്ട് മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റ് കിട്ടുന്ന പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്, കുഞ്ഞുങ്ങളൊക്കെ നടക്കുകയാണ്, നടന്ന് പോകുന്നത്. കുറച്ച് ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. എനക്കൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. ഞങ്ങളൊക്കെ നാട് ഇങ്ങനെ മലപ്രദേശത്തിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ തോന്നുന്നു, വലിയതായിട്ടും തോന്നില്ല. നല്ല മലയുടെ മുകളിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. കുറേ ആൾക്കാർ നമ്മൾ മുന്നേ പോയിട്ട് മലയുടെ മുകളിലേക്ക് എത്തി. ഇവിടെ തന്നെ നോക്കുമ്പോൾ നല്ല കാഴ്ച, നല്ല വ്യൂസ് ആണ്, നല്ല രസമായിട്ടുണ്ട്. ഇതാ നോക്കിയേ, എന്താ ഭംഗിയാണ്. ഇതാ ഹത്തയിലെ ഡാം മൊത്തം, അവിടെയുള്ള സ്ഥലങ്ങൾ മൊത്തം കാണുന്നുണ്ട്. നല്ല കാറ്റടിക്കുന്നു ഇവിടെ. ഇതാ നോക്കി, ഇതൊക്കെയാണ് ഇവിടെ ഹത്ത വിശേഷങ്ങൾ.
ഞങ്ങളങ്ങനെ ഹത്ത കണ്ട് ഡാം കണ്ട് തിരിച്ച് മടങ്ങുകയാണ്. എനിക്ക് ഹത്ത ഡാമിലേക്ക് വന്നപ്പോൾ മലയുടെ മുകളിൽ കാണുന്ന വ്യൂസ് കണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ് ചെയ്ത കണക്കാണ് ഫുള്ള് മൊത്തം കാണുമ്പോൾ തോന്നിയത്. കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ കുറച്ച് വരക്കണം എനിക്ക്. പിന്നെ ഇവിടെ കുറേ കുട്ടികൾക്ക് ആക്ടിവിറ്റിക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയവർക്കും ചെറിയവർക്കും ആയിട്ടുള്ളത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഇവിടെ വന്ന് കാണാനുള്ളത് ഉണ്ട്. നേരം സന്ധ്യയായി, ഞങ്ങൾക്ക് തിരിച്ചു പോകാനായി. മലയുടെ ചുറ്റുപാട് നല്ല രസമുള്ള സ്ഥലമാണ്. ഏതൊരാൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇത്. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പായി, നല്ല തണുത്ത കാറ്റടിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പോകാനായി. ഏകദേശം വണ്ടി വന്ന് കാത്തുക്കുന്നുണ്ട്. ഞങ്ങൾ വണ്ടിയിലേക്ക് പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരയ്ക്കും. ബൈ. താങ്ക് യു.